ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തൊക്കെ തിരക്കുകൾ കാരണം വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സമയമില്ലാതെ പോയി. അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. അതായത് ഓപ്പോയുടെ ഏറ്റവും പുതിയ മോഡലായ A5 2020 എന്ന വേരിയന്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ചെറിയൊരു റിവ്യൂ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ട് ഇതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, ഓപ്പോയുടെ A5 2020 എന്ന ഈ മോഡലിന് നിലവിൽ രണ്ട് വേരിയന്റുകളാണുള്ളത്. ഒന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ള 3GB RAM 64GB വേരിയന്റ്, അതുപോലെ തന്നെ മറ്റൊന്ന് 4GB RAM 64GB വേരിയന്റ്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ആദ്യമേ നമുക്ക് ലഭിക്കുക ഓപ്പോ എന്ന് എഴുതിയിരിക്കുന്ന ചെറിയൊരു ബോക്സ് ആണ്. ഇനി ഈ ചെറിയ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോയുടെ ഈ മോഡലിന്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലുമാണ് പിന്നീട് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ലഭിക്കുന്നുണ്ട്. ഗൈസ്, ഇത് നല്ല കട്ടിയുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു ഫോണിലേക്കായിരിക്കും. തൽക്കാലം ഞാൻ ഇതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുവാനുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കിയാൽ ഇതിനകത്ത് ഒരു ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളുമാണ് ലഭിക്കുന്നത്. 5V 2A കേബിളാണ്. അതായത് 3GB RAM 64GB വേരിയന്റിൽ ഇയർഫോൺ ഇല്ല. എന്നാൽ ഇതിന്റെ 4GB RAM 64GB വേരിയന്റിൽ കമ്പനി ഇയർഫോൺ കൂടി നൽകുന്നുണ്ട്. നിലവിൽ ഈ രണ്ട് വേരിയന്റുകളും തമ്മിൽ 2000 രൂപയുടെ ഡിഫറൻസ് ആണുള്ളത്. കൃത്യമായ വില നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും അൺബോക്സിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് A5 2020 ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. ഗൈസ്, ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യും. കാരണം അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഇടതുഭാഗത്തായിട്ടാണ് വോളിയം ബട്ടൺസ് അതുപോലെ തന്നെ സിം സ്ലോട്ട് എന്നിവ വരുന്നത്. 3 കാർഡുകൾ നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല. ഓക്കെ, താഴെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ട്, ഇയർഫോൺ ജാക്ക് എന്നിവ കാണുവാൻ കഴിയും. ഈ ഒരു ഭാഗത്ത് വലതുഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഒരു പച്ച ലൈനും നിങ്ങൾക്ക് ആ പവർ ബട്ടണിൽ ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയും. അത്യാവശ്യം നല്ല ഒരു ലുക്ക് അത് നൽകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. വലിയൊരു ഡിസ്പ്ലേ ആണ് ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. 6.5 ഇഞ്ച് IPS LCD വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ഫുൾ HD അല്ല ഗൈസ്, അത് ചെറിയൊരു ഡ്രോബാക്ക് ആയി തോന്നി. എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കും. HD ഡിസ്പ്ലേ ആണ്. 720x1600 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. ബെസൽസ് ഒക്കെ തീരെ കുറവാണ്. 82.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വേർഷൻ 3+ന്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. കൂടാതെ കളർ റീപ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഫോൺ അത്ര പിറകോട്ടൊന്നുമല്ല. നല്ല വെയിലത്തൊക്കെ പുറത്തു പോയി കഴിഞ്ഞാലും ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇത്രയുമാണ് ഡിസ്പ്ലേയെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ഇനി നമുക്ക് പെർഫോമൻസ് ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഞാൻ സെറ്റിംഗ്സിൽ എബൌട്ട് ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. കളർ വൈസ് വേർഷൻ, അതായത് ഓപ്പോയുടെ കസ്റ്റമൈസ്ഡ് OS വേർഷൻ 6.0.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് വരുന്നത്, അതായത് പൈ. ഇനി പ്രൊസസ്സർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒക്ടാകോർ ക്വാൾകോം സ്നാപ്ഡ്രാഗണിന്റെ 665 ആണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഗെയിമിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും മികച്ച ഒരു പെർഫോമൻസ് നൽകുവാൻ കഴിയുന്ന പ്രൊസസ്സറാണ് ഈ 665. അതുപോലെ തന്നെ 3GB RAM 64GB വേരിയന്റ് ആണ്. ഏകദേശം 44 GB ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുവാൻ ലഭിക്കും. അപ്പോൾ പെർഫോമൻസ് കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഞാനൊരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് കേൾക്കൂ. ഗൈസ്, കേട്ടല്ലോ, മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനൊരു കാരണം ഡോൾബി അറ്റ്മോസ് സൗണ്ട് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ക്യാമറ. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. ഗൈസ്, ഈ ഫോണിന്റെ ക്യാമറയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് 3 ക്യാമറ താഴെയും തൊട്ടടുത്ത് വലതുഭാഗത്തായി ഒരു ക്യാമറയും അതുപോലെ തന്നെ അതിന് മുകളിലായി ഫ്ലാഷും, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിന് നൽകിയിരിക്കുന്നത്. തൊട്ട് താഴെ ഫിംഗർ പ്രിന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നോക്കാം. ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 4 ക്യാമറയാണ്. ഒരു 12 MB ലെൻസ്, അതുപോലെ തന്നെ 8 MB ലെൻസ്, പിന്നീട് 2 MB, അതുപോലെ തന്നെ 2 MB, അങ്ങനെ ടോട്ടൽ 4 ലെൻസസ് ആണ് ഇതിനുള്ളത്. താഴെ നിങ്ങൾക്ക് ഫോട്ടോ മോഡ് അതുപോലെ തന്നെ
പോർട്രേറ്റ് മോഡ്, വീഡിയോ മോഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കിട്ടും. ഇനി ഒറ്റ ടാബിൽ തന്നെ സൂം ചെയ്യുവാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറയിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു ഭാഗത്ത് ഈ ഒരു 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ പനോരമ, എക്സ്പെർട്ട്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സ്റ്റിക്കർ എന്നിങ്ങനെയുള്ള മോഡുകളൊക്കെ ലഭിക്കും. ഇനി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫൈ മോഡിൻ്റെ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ HDR, അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ. ഒരു ലെൻസിൻ്റെ പ്രധാന പണി അതാണ് ഗൈസ്, അൾട്രാ വൈഡ് ആയി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുക. ഇതാണ് നോർമൽ ലെൻസ്. നിങ്ങൾക്ക് കാണാം അൾട്രാ വൈഡ് ആംഗിൾ ഇടുമ്പോൾ എത്രത്തോളം വലുതായിട്ടാണ് ഫ്രെയിംസ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. തൊട്ടടുത്തായി ഡാസിൽ കളർ എന്നൊരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് കൃത്യമായി അറിയില്ല, എങ്കിൽ പോലും മികച്ച രീതിയിൽ കളറുകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. താഴെ നിങ്ങൾക്ക് ഫിൽറ്റർ വന്നത് കാണാം, അതായത് കളർ ഫിൽറ്റേഴ്സ് കുറേയധികം ഉണ്ട്, ഫോണിൽ തന്നെ വരുന്നുണ്ട്. ഇനി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ കാണുവാൻ കഴിയും. വീഡിയോ റെസൊല്യൂഷൻ 1080p ആണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് 4K വരെ ഈ ഒരു 4K വീഡിയോ വരെ ഈ ഒരു ഫോണിൽ നിന്നും റെക്കോർഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ ക്യാമറ പാർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് 2-3 ഫോട്ടോസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഞാനിതിൽ 2-3 ഫോട്ടോസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. നോർമൽ ഫോട്ടോ എടുത്തു, ശേഷം അൾട്രാ വൈഡ് ആംഗിളിൽ ഒരു ഫോട്ടോ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെൽഫി ക്യാമറ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഞാനിപ്പോൾ സെൽഫി ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ക്യാപ്ചർ ചെയ്ത ശേഷം നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഈ സെൽഫി എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു ഫോട്ടോയാണ്, എങ്കിൽ പോലും ബ്യൂട്ടിഫൈ കുറച്ച് അധികം ആകുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് ക്വാളിറ്റി ഉണ്ട്, എന്നാലും നിങ്ങൾക്കിവിടെ കാണാം സൂം ചെയ്യുന്ന സമയത്ത് ഒരു എണ്ണച്ചായം പോലെ ആ ഒരു രീതിയിലാവുന്നുണ്ടോ എന്ന് സംശയം. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ബ്രൈറ്റ്നസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് കാണാം പുറകിലുള്ള തെങ്ങൊന്നും കൃത്യമായി കാണുന്നില്ല. ഇനി അൾട്രാ വൈഡ് ആംഗിളിൽ എടുത്ത് ഈ ഫോട്ടോ ഒന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം കുഴപ്പമില്ല ഗൈസ്. ബാക്ക് ക്യാമറ എന്തായാലും നല്ല ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. നല്ലൊരു ക്യാമറയാണ്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇലയുടെ ഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫൈ, ഇലയടക്കം ബ്യൂട്ടിഫൈ ആവുന്നുണ്ടോ എന്നൊരു സംശയം. അത്രയേ ഉള്ളൂ. നോർമലായി എടുത്ത ഫോട്ടോ അൾട്രാ വൈഡ് ആംഗിൾ ഓക്കെ, അത് നമുക്ക് മാറ്റി നിർത്തിയാൽ നോർമലായി എടുത്ത ഈ ഒരു ഫോട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ ഇലകളൊന്നും അത്ര ബ്യൂട്ടിഫൈ ഒന്നും ആയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോർമലി ബാക്ക് ക്യാമറ മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം മികച്ച ഒരു പെർഫോമൻസ് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി പറയാൻ വിട്ടുപോയതല്ല, അവസാനമായി പറയാമെന്ന് കരുതി വെച്ചത് തന്നെയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ഫോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇതിൻ്റെ ബാറ്ററി വന്നിരിക്കുന്നത് 5000 mAh ആണ് ഗൈസ്. നല്ല പവർഫുൾ ബാറ്ററിയാണ്, കുറേ സമയം എന്തായാലും ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഒരു ദിവസമൊക്കെ ഫുൾ ടൈം നെറ്റ് ഓൺ ചെയ്താലും എങ്ങനെയായാലും ഉപയോഗിക്കുവാൻ സാധിക്കും. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടാണ്, അതായത് പവർ ബാങ്ക് പോലെ നമുക്ക് ഈ ഒരു ഫോണിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് 2 കളറാണ് നിലവിലുള്ളത്, മിറർ ബ്ലാക്ക്, അതുപോലെ തന്നെ ഡാസ്ലിംഗ് വൈറ്റ്. ഇനി ഈ ഫോണിൻ്റെ പ്രൈസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 3GB RAM 64GB വേരിയൻറ്റിന് 11,990 വരുന്നത്. അതുപോലെ തന്നെ 4GB RAM 64GB വേരിയൻറ്റിന് 13,990. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു 4GB വേരിയന്റിൽ മാത്രമേ ഇയർഫോൺ കമ്പനി നൽകുന്നുള്ളൂ. 3GB വേരിയന്റിൽ ഇയർഫോൺ നൽകുന്നില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കാസർഗോഡ് സ്വദേശിയാണ് എന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാടോ നീലേശ്വരത്തോ ഉള്ള സെൽ 6 മൊബൈൽ സ്റ്റോർ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഈ ഫോണല്ല, എല്ലാ ബ്രാൻഡിലുള്ള ഫോണുകളും ലഭ്യമാണ്, വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്ത് സംശയങ്ങൾക്കും ഫോണുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എന്തിനും വിളിച്ചു ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.